ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വേദന എടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, വീട്ടിലേക്ക് വിളിച്ച് നോക്കിയെന്ന് ചോദിക്കുകയാണ്. ഞാൻ ദീപ്തിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവളെൻ്റെ ഫോൺ കട്ട് ചെയ്യുകയാണെന്ന് പറയാനേ. അപ്പോൾ വിക്രം പറഞ്ഞു, നീ എന്തിനെ വിളിച്ചിട്ട് കാര്യമില്ല, പിന്നെ നിനക്ക് ഈ ദീപ്തിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും ഇല്ല, നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. നീ നിൻ്റെ ജീവിതം തിരഞ്ഞെടുത്ത ആളാണ്, പിന്നെ നീ അവളെ ഉപദേശിക്കാനായിട്ട് ആളാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ എന്ന് വെച്ചിട്ട് എനിക്ക് അവളെ ഇതിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നീ തീരുമാനിച്ചിരിക്കുന്ന സമാധാനപരമായ രീതിയൊന്നും ഇതിൽ വില പോകില്ല എന്ന് പറയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. എങ്ങനെയെന്നൊന്നും നീ അറിയേണ്ട കാര്യമില്ല, വഴികൾ നീ അന്വേഷിക്കേണ്ട. പക്ഷേ തിരിച്ച് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് എന്ന് ചോദിക്കും. അപ്പോൾ ശ്രീനിധി സാറിൻ്റെ കേസ് കോടതിയിൽ വരാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയും, വേണ്ട, അങ്ങനെ ഒരു കൂട്ടിക്കുഴയ്ക്കൽ ഇതിൽ വേണ്ട. എൻ്റെ അനിയത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം ഇടപെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നിൻ്റേതായ രീതിയിൽ ഇതിൽ ഒരു കാര്യം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് തന്നെ വിക്രം പറയാണ് കേട്ടോ. എന്തായാലും വരുൺ ഇതിൽ നിന്ന് പിന്മാറുന്നോ അല്ലെങ്കിൽ സമാധാനപരമായ ചർച്ച കൊണ്ട് ഇത് നേരെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അത് ഞാൻ നോക്കിക്കൊണ്ട്, എന്തായാലും സ്വാമി ഈ സമയത്ത് ഇങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് വേദം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിലേക്ക് ചെല്ലാൻ കേട്ടോ. അപ്പോഴേക്കും പത്മത്തിന് ഭയങ്കര സന്തോഷം, എന്തായാലും മോള് വന്നല്ലോ. എന്താ ഇങ്ങോട്ട് വരാനുള്ള കാരണം? എനിക്ക് നിങ്ങളൊക്കെ ഒന്ന് കാണണം തോന്നി. അത് വെറുതെ അല്ല, ഞാൻ ദീപ്തി ഇന്നലെ സ്വപ്നം കണ്ടു, അപ്പോൾ എനിക്ക് ദീപ്തിനോടൊന്ന് സംസാരിക്കണം തോന്നി. ആണോ? എന്നാൽ ദീപ്തി എവിടെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അവൾ മുകളിലുണ്ട്. പിന്നെ മോളേക്ക് എന്തായാലും വരാൻ തോന്നിയല്ലോ, മോളൊരു കാര്യം ചെയ്യുക, ആളായിട്ട് സംസാരിക്കുക, അപ്പോഴത്തേക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞിട്ട് പത്മം പോകും. ഇതേ സമയം ദീപ്തിയാണെന്നുണ്ടെങ്കിൽ വരുണായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ, ഇന്നിനി പുറത്തിറങ്ങാനൊന്നും പറ്റില്ല, നാളെ ആവട്ടെ, നാളെ പുറത്തിറങ്ങാം, നാളെ കോളേജിൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ മതി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്ക് വാതിൽ മുട്ടുമ്പോൾ, അയ്യോ അമ്മ വന്ന് വാതിൽ മുട്ടുന്നുണ്ട്, ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദീപ്തി വന്ന് വാതിൽ തുറക്കുകയാണ്. എന്താണ് അമ്മ ഇത് എന്ന് ചോദിച്ചിട്ടുണ്ട് വാതിൽ തുറക്കുന്നത്. പെട്ടെന്ന് വേദന കാണുമ്പോൾ ആകെ ഒരു ഞെട്ടലാവും കേട്ടോ. ഇപ്പം വേദ ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ തീരെയും ചോദിക്കണം. അല്ല, വീട് വിട്ട് പോയ ആളല്ലേ, ഇങ്ങനെ വാതിൽ വന്ന് മുട്ടുമ്പോൾ അത് ചേച്ചിയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നാളെ കോളേജിൻ്റെ മുന്നിൽ എന്തായാലും കാണുമെന്ന് എനിക്ക് തോന്നിയിരുന്നു, ഇപ്പോൾ വീട്ടിൽ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും. ദീപ്തി, നീ വിചാരിക്കുന്നത് പോലത്തെ എത്ര നിസ്സാരമല്ലാട്ട കാര്യം എന്ന് പറയുകയാണേ. നീ വളരെയധികം പ്രശ്നത്തിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. ചേച്ചിയുടെ ജീവിതം ഒന്ന് എടുത്ത് നോക്കിയാൽ ചേച്ചിക്ക് ഇഷ്ടമുള്ളതല്ല ചെയ്തത്. അപ്പോൾ എന്തിനാണ് ചേച്ചി എൻ്റെ കാര്യത്തിൽ വെറുതെ ഇടപെടാൻ വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ വരുണിനെക്കുറിച്ച് നിനക്ക് അറിയാനിട്ടാ? എനിക്ക് നന്നായിട്ട് അറിയാം. വരുണിന് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു, അതെനിക്കറിയാം. അഡിക്ഷൻ കൊണ്ടാണ് വരുൺ അങ്ങനെയൊക്കെ ചെന്ന് പെട്ടിട്ടുള്ളത്. അതിൽ വരുണിനിപ്പോൾ കുറ്റബോധമുണ്ട്. ഒരാൾ നന്നാവാനായിട്ട് തീരുമാനിച്ച അയാളെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്നൊക്കെ വേദനോട് ദീപ്തി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, മോളെ ഇതൊക്കെ നിൻ്റെ തോന്നലുകളാണ്. ഇല്ല, ഇതൊക്കെ എൻ്റെ തോന്നലുകളല്ല, ചേച്ചിയുടെ തോന്നലിലാണല്ലോ ഇവിടുന്ന് ഒരാളെ ആയിട്ട് ഇറങ്ങിപ്പോയത്, അതുപോലെയാണ് ഇത്. എന്താ അതിൽ വ്യത്യാസം എന്താണ്? ചേച്ചി ഒരാൾ നിർബന്ധമായിട്ട് ബലമായിട്ട് താലി കെട്ടി, എന്നിട്ട് ആ താലി പൊക്കി പിടിച്ച് ചേച്ചി ആ വീട്ടിൽ ചെന്ന് കയറി താമസം തുടങ്ങിയില്ലേ? അതോ ഇവിടെ ചേച്ചി തിരിച്ചു വരാനായിട്ട് ഇവിടെ ഉള്ളവരൊക്കെ എന്തോരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചേച്ചി വീട്ടുകാരെ അപമാനിക്കുന്ന രീതിയിലല്ലേ പിന്നീട് അങ്ങോട്ട് ജീവിച്ചു തീർത്തിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുകയാണേ. ഇവിടെ ചേച്ചി തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോഴും സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ശ്രീയേട്ടനും അച്ഛനും. ചേച്ചി എന്നാൽ തിരിച്ചു വായോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദമൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെയാണ് എൻ്റെ കാര്യം. എനിക്കറിയാം വരുൺ മാറി തുടങ്ങിയിട്ടുണ്ട്, വരുൺ കുറ്റബോധമുണ്ട്, ഇപ്പോൾ സപ്ലിക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പെട്ടെന്നൊന്നും ഓടിപ്പോകാനൊന്നും വിചാരിക്കുന്നില്ല. 1 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. എന്തായാലും വരുണിനെ ഞാൻ കൈവിടില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വേദ പറയാം, എന്നാൽ പിന്നെ എനിക്കിത് അച്ഛനോട് പറയേണ്ടി വരും. അച്ഛനോട് പറഞ്ഞോ? ഇപ്പം തന്നെ പറഞ്ഞു, അച്ഛനോട് അമ്മനോട് ചെന്നൈയിലുള്ള മുത്തശ്ശിനോടൊക്കെ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വേദമല്ല ദീപ്തി റൂമിൽ കയറിയിട്ട് വാതിലടയ്ക്കും കേട്ടോ. അതിനുശേഷം താഴത്തേക്ക് ചെല്ലാണ്. ആഹാ, രണ്ടുപേരും കൂടെ നല്ല കാര്യമായിട്ടുള്ള വർത്താനമായിരുന്നല്ലോ, എന്തായിരുന്നു? ഞാനവളെ പഠിപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചതാന്ന് പറഞ്ഞിട്ടോ. പഠിച്ചിരുന്നു, പക്ഷേ അവളുടെ പഠിപ്പിൻ്റെ ഭാഗമായിട്ട് ഏതോ ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കൗൺസിലിംഗ് വന്നതിന് ശേഷം അവൾ തീരെ ശ്രദ്ധയൊന്നുമില്ല പഠിത്തത്തിൽ, എപ്പോഴും ചാറ്റിങ്ങാണ്. ഞാൻ ചോദിക്കുമ്പോൾ പേഷ്യൻസ് ആണെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയട്ടോ. അതിനുശേഷം വേദ പോകുകയാണ് കേട്ടോ. വെള്ളം തന്നെ കുടിക്കുന്നില്ല മുഴുവൻ. അയ്യോ മോളെ വെള്ളമൊന്നും കുടിച്ചില്ലല്ലോ, മതി അമ്മയെന്ന് പറഞ്ഞിട്ട് വേഗം പോകും.
അപ്പോഴാണ് ശങ്കരനാരായണൻ വരുന്നത് കാണുമ്പോൾ. അപ്പോൾ വേദനയോട് ചോദിക്കും, എന്താ എന്താ കാര്യം, എന്താ വന്നതെന്ന് ചോദിക്കും. ഞാൻ വെറുതെ ദീപ്തി ഒന്ന് കാണാനായിട്ട് എന്ന് പറയും. ദീപ്തിയെ കാണാൻ എന്തിന്, വെറുതെ വന്നതാ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും പത്മ ഓടി വരും അതേ ദീപ്തിനെ അവൾ നല്ല സ്വപ്നം കണ്ടുവന്ന്, അതുകൊണ്ട് ദീപ്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാന്ന് പറയും അങ്ങനെ വേദ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകും അപ്പോൾ ദീപ്തി വേദം സംസാരിക്കുന്നത് നീ കേട്ടോ? ഇല്ല, അവരും മുകളിലായിരുന്നു. അപ്പോൾ ശങ്കരൻ നാരായണൻ പറയാനാണ്, എന്തായാലും സ്വപ്നം കണ്ടിട്ടുള്ള വരവല്ല ഇത് എന്ന് പറയും. എന്താ പിന്നെ, എന്തോ ഒരു കാര്യമായിട്ടുള്ള സംഭവമുണ്ട്, അതിനാണ് അവൾക്ക് വന്നിട്ടുള്ളത് എന്ന് ശങ്കരനാരായണൻ പറയണം. എന്തായാലും വഴി അറിയാം എന്ന് പറഞ്ഞിട്ട് ആൾ പോകും ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ ശ്രീനി സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് സംഭവങ്ങളൊക്കെ പറയാണ് കേട്ടോ. വരുൺ ദീപ്തിയെ പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ശ്രീനി സാറ് പറയാണ്, എന്തായാലും നീ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ കാര്യം കൂടി ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സുധ ചായ ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട്, എന്താ സാമ്യമായതുകൊണ്ടാണോ? എനിക്കിന്നും പ്രദോഷവ്രതമാണ്, അതുകൊണ്ട് ഞാൻ കുളിച്ച് ശുദ്ധിയായിട്ടൊക്കെയാണ് ചായ ഇട്ടിട്ടുള്ളത്, അതുകൊണ്ടല്ലേ ചേച്ചി, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണെന്ന് പറയും അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, അതെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, എന്തായാലും എൻ്റെ കാര്യം അതുപോലെ തന്നെ വേദന അനിയത്തിൻ്റെ കാര്യം നമ്മൾ കൂട്ടിക്കൊഴിക്കേണ്ട ഒരു കാര്യമില്ല, അതിൻ്റെ ക്ഷീണം എനിക്കും കൂടെ അല്ലേ, അത് വേണ്ടായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, എന്തായാലും ഈ ഒരു കേസ് കോടതിയിൽ വരാതിരിക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ദീപ്തിയുടെ കാര്യത്തിലും എനിക്ക് നല്ല ടെൻഷനുണ്ട്, വരുൺ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ സുധ പറയാണ്, അപ്പോൾ വേദനയെക്കുറിച്ച് മാത്രമല്ല, വേദന വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും വിക്രമിന് പൊള്ളി തുടങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീനി പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ വേദന അഭിപ്രായ പ്രകാരം സമാധാനപരമായിട്ടുള്ളൊരു നീക്കത്തിലൂടെ ഒന്നും വരുണിനെ നീക്കാമെന്നൊന്നും വിചാരിക്കേണ്ട, അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. അത് പക്ഷേ പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിക്രം ചോദിക്കുകയാണ്. പറഞ്ഞിട്ട് മനസ്സിലാവൂല, പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനാകും. എനിക്കും ശ്രീനി സാറിനും വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിസ്സാരമായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ, പക്ഷേ അതിനവൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ ശ്രീനി സാർ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, അതെ ഈ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് കേട്ടിട്ടില്ലേ, ദൈവങ്ങൾ പോലും സംഹാരത്തിന് തയ്യാറായിട്ടുണ്ട്. ശിവനാണെന്നുണ്ടെങ്കിൽ സമാധാനത്തിൻ്റെ രൂപത്തിലാണ് പോയിട്ടുള്ളത്, പക്ഷേ മഹാവിഷ്ണു പലപ്പോഴും സംഹാരം നടത്തിയിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ദൈവമായാലും ദേവനായാലും സംഹാരമൊക്കെ നടത്താനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ മനസ്സൊന്ന് ഇളക്കാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു, ഇപ്പം തൽക്കാലം എടുത്തു ചാടി നിന്നോടൊരു കാര്യം ചെയ്യാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ സാവധാനം ആലോചിക്ക്, എന്തായാലും നീ വ്രതം എടുത്തതല്ലേ, മലയ്ക്ക് പോയിട്ട് വായു, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം, നിൻ്റെയോടൊപ്പം ഞാനുണ്ട് എന്ന് വിക്രത്തിനോട് ശ്രീനി സാറ് പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് ശ്രീജ വന്നിട്ട് നന്ദിനിയോട് വേദന കണ്ടോ ചോദിക്കുമ്പോൾ ആ മുറിയിലെങ്ങാനും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഒന്ന് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലൂട്ടോ ശ്രീജ. അപ്പോൾ വേദ വിഷമിച്ചിരിക്കുകയാണ്. എന്താ വേദ ഇവിടെ വന്നിരിക്കുന്നത്, മുഖമൊക്കെ വല്ലാതിരിക്കുന്നില്ല, എന്താ കാര്യം? അപ്പോൾ ശ്രീജടുത്ത് ആ വാതിലൊന്ന് അടക്കി എന്ന് പറയൂട്ടോ വേദ, എന്നിട്ട് ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറയും. അപ്പോൾ ശ്രീജ പോയിട്ട് വാതിലടയ്ക്കുകയാണ്. വാതിലടയ്ക്കണ കാണുമ്പോൾ തന്നെ നന്ദിനി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് വാതിലടയ്ക്കണ കാണുമ്പോൾ നന്ദിനിക്കൊരു സംശയം, വാതിലടച്ചിട്ട് എന്തോ പറയാനാണ് എന്നൊരു സംശയം നന്ദിൻ്റെ മനസ്സിൽ വരികയാണ് കേട്ടോ. അങ്ങനെ ശ്രീജ വന്ന് വേദന എടുത്തിരിക്കുകയാണ്. ശ്രീജ എടുത്ത് സംശയിച്ച് ശരി തന്നെയാണ്, വരുൺ എന്നാണ് ആ പയ്യൻ്റെ പേര്, വരുണുമായിട്ടാണ് ദീപ്തിക്ക് അടുപ്പെന്ന് പറയുന്നത്. അത് വിക്രം അന്ന് ഉപദ്രവിച്ച ആ പയ്യനല്ലേ? അതെ, അവൻ തന്നെയാണ്. അവൻ്റെ ഇപ്പം മനസ്സ് മാറി നല്ലവനായി എന്നൊക്കെയാണ് ദീപ്തി പറയുന്നത്. പക്ഷേ ഞാൻ അവളെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും കാര്യം അവൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീജ പറയാണ്, വേദ എത്ര പറഞ്ഞാലും ദീപ്തി അനുസരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അത് ശരിയാണ് ചേച്ചി ശ്രീജേടത്തി, പക്ഷേ എനിക്ക് അവളങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ, അവളുടെ ജീവിതം നശിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അത് ശരി തന്നെയാണ്, ഈ കുട്ടിക്ക് ആ സീരിയസ്നെസ് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലെടുത്ത് ചാടിയിരിക്കുന്നതെന്നൊക്കെ ശ്രീജയെ പറയാൻ കേട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ പറയും, എനിക്ക് അവളെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം ശ്രീജേടത്തി, അല്ലാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. വേദ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി വന്നിട്ട് വാതിലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. ഈ സമയം അച്ചമ്മ പുറത്തേക്ക് വരികയാണ്. അച്ചമ്മ പുറത്തേക്ക് വരുമ്പോഴാണ് നന്ദിനി വാതിലിൻ്റെ അവിടെ ഒളിഞ്ഞു നോക്കുന്നത് കാണുന്നത്. അപ്പോൾ ഒളിഞ്ഞു നോക്കുമ്പോൾ നന്ദിനി മനസ്സ് ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛമ്മ വന്നിട്ട് ചെവിക്ക് പിടിച്ച് തിരുമാണ്, എടി അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നിടത്ത് നീ എന്തിനാടി ഒളിഞ്ഞു നോക്കുന്നതെന്ന് പറയുകയാണെ. അപ്പോഴേക്കും ശ്രീജയും വേദയും വാതിൽ തുറക്കാണ് കേട്ടോ. അയ്യോ അച്ഛമ്മയെ ഭാര്യയും ഭർത്താവല്ല, ശ്രീജടുത്തിയും വേദയാന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആരായാലും നീ എന്തിനാടി ഒളിഞ്ഞു കേൾക്കുന്നത്? അയ്യോ ഞാൻ ഒളിഞ്ഞു കേട്ടൊന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയും, എന്നിട്ട് എന്തെങ്കിലും കേട്ടോ? ഒന്നും കേട്ടില്ല എന്ന് പറയട്ടോ നന്ദിനി.
നന്നായി. ഞാനും ശ്രീജേടത്തിയും കൂടിയിട്ട് നന്ദിനി അടുത്തേക്ക് ഒരു പണി തരാനായിട്ട് ഒരു പ്ലാൻ ഇടുമായിരുന്നു. എന്തായാലും നന്ദിനി അടുത്ത് അത് കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്കത് നടപ്പിലാക്കാം അല്ലേ ശ്രീജേടത്തി? അതെ എന്ന് ശ്രീജയൻ പറയും കേട്ടോ. നന്ദിനി കുശുമ്പോട്ട് കൂടിയിട്ട് ഈ തളയ്ക്ക് ഞാൻ പോണതിനുള്ളിൽ ഒരു പണി കൊടുക്കുന്നുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് അച്ഛമ്മ കേൾക്കാണ്. നീ എനിക്ക് എന്ത് പണി തന്നാലും എനിക്ക് തട്ടൂലടി എന്ന് പറയാനിട്ടെ. ഈ തളയ്ക്ക് കേട്ടോ, എന്ത് ചെവിയാ, ആന ചെവിയാണല്ലോ. അതേടി, കണ്ണിന് മാത്രമേ കാഴ്ചക്കുറവുള്ളൂ, എനിക്ക് ചെവിക്ക് നല്ല കേൾവിയാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണന് കാപ്പിയും കൊണ്ട് കൊടുക്കുകയാണ് ദീപ്തി. അപ്പോൾ ദീപ്തിനോട് ശങ്കരനാരായണൻ പറയാണ്, മോളോട് ഇരിക്കി. എന്താ വെച്ചാൽ ഇരിക്കി, ഞാൻ പറയട്ടെ. നിൻ്റെ MSc കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ MSc എടുക്കണമെന്നൊക്കെ ഇങ്ങനെ ദീപ്തി കോഴ്സിനെ കുറിച്ചൊക്കെ പറയുകയാണേ. അപ്പോൾ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് ശങ്കരനാരായണൻ പറയാണ് കേട്ടോ. കല്യാണമോ എന്ന് പറഞ്ഞിട്ട് വേദമല്ല ദീപ്തി ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീകാന്ത് അവിടേക്ക് വരികയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. പ്രേമോലാണെന്നുണ്ടെങ്കിൽ വിക്രം വേദനോട് നിർബന്ധമായിട്ട് നീതിയിൽ ഇടപെടരുതെന്ന് പറയാം. എന്തുകൊണ്ടാണ് നിങ്ങളത് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓഹോ, നിങ്ങൾ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചു തുടങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.